ഇതാണ് മടിയൻ മന്തി കേട്ടോ. അതുപോലെ കുക്കർ മന്തി എന്നും ഇതിന് പറയാം കേട്ടോ. കാണാൻ വലിയ ലുക്ക് ഇല്ലെങ്കിലും സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ലുക്കിലല്ലാത്ത കാര്യം വർക്കിലല്ല. ഒരു ജാർ എടുക്കുക, 2 ടേബിൾ സ്പൂൺ നമ്മളെ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം നോക്കേണ്ട, ഉപ്പൊന്നും ഇടണ്ട. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. 2 മാഗി സ്റ്റോക്ക് ഒരു ഫ്ലേവറിന് അത് ഇടുക. എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുക. ഉപ്പിടാനായിട്ടില്ല കേട്ടോ. ഓൾറെഡി മാഗി കട്ടയിൽ ഉപ്പുണ്ടാവും, അത് മതി. അത് ചിക്കനിൽ തേച്ച് പിടിച്ച് ഒരു 2 മണിക്കൂർ വെച്ചോളി അവിടെ. എന്നിട്ട് കുക്കർ എടുക്കുക, 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. കറിയമ്പൂ, കറിയപ്പട്ട, ഏലക്കായ്, കുരുമുളക്, മല്ലി, ബ്ലാക്ക് ലെമൺ ഇടുക. പിന്നെ ക്യാപ്സിക്കം, പച്ചമുളക്, ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊണ്ട് ഒന്ന് വയറ്റി എടുത്തിട്ട് അതിലേക്ക് മസാല വെച്ച ചിക്കനും ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയുള്ള ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം. ഇതിൽ നമ്മൾ അരി 1 ഗ്ലാസ് എടുക്കുകയാണ്, 1.25 ഗ്ലാസ് വെള്ളം. ഞാൻ ഈ പാത്രത്തിൽ ഒരു പാത്രം അരി എടുത്തതിനെ കൊണ്ട് ആ പാത്രത്തിന് 1.25 വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട്, ഉപ്പ് കുറച്ച് മുൻതൂക്കം ഉണ്ടായിക്കോട്ടെ കേട്ടോ. ബസ്മതി റൈസ് ഇന്ത്യ ഗേറ്റിന്റെ ഗോൾഡ് ആട്ടോ ഉപയോഗിച്ചത്. അത് അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ എടുത്ത് മൂടി വെച്ച് ചെറിയ തീയിൽ 3/4 മണിക്കൂർ അങ്ങോട്ട് വെച്ചോട്ടെ. വിസിൽ വരേണ്ട ആവശ്യമില്ല. 3/4 മണിക്കൂറിന് ശേഷം ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കിക്കോളി. സംഭവം ഇത് സെറ്റിൽ കിട്ടും. ഇത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കുക്കറിൽ വിസിൽ അടുപ്പിക്കരുത്. തീ ചെറിയ തീയിൽ വെച്ചിട്ട് ആ ദമ്മിലാണ് ഇത് വേവേണ്ടത്. എന്തായാലും കാണാൻ വലിയ ലുക്ക് ഇല്ലെങ്കിലും സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബൈ.